ഹായ് ഡിയേഴ്സ്, നമച്ചി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? അതിനു വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, തൈര്, ഗരം മസാല, പച്ചമുളക്, ഗരം മസാലേൻ്റെ പട്ട, തക്കോലം, ഇതൊക്കെ 3 വെച്ച് മതി. 3 കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം ഇട്ടോളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ വേണ്ട ഈ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കാമ്പ് കളഞ്ഞേക്കട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ കുത്തലുണ്ടാവും സവാളയിൽ. അത് കളഞ്ഞിട്ട് അരിഞ്ഞ് ഇതുപോലെ വെക്കുക. അങ്ങനെ സവാള അരിഞ്ഞ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പച്ചമുളക് ഒന്ന് കീറി വെച്ചാൽ ചതയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ, അതുകൊണ്ടാണ് പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാം. തക്കാളി അരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് മല്ലിച്ചപ്പും പുതിന എടുത്തിട്ട് അതും കൂടി നമ്മൾ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ അരി കഴുകാൻ വെക്കുക. അരി കഴുകിയ ശേഷം ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണേ. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്, അതാകുമ്പോൾ കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പോത്തിറച്ചിയാണ്. പോത്തിറച്ചി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു 70% വേവിച്ചാൽ മതി. അത് ഇറച്ചിയും വേവിച്ചൊന്ന് മാറ്റി വെക്കുക. ഇത് വേകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ സൺഫ്ലവർ നിങ്ങളിഷ്ടം പോലെ എന്തോ പോലെ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റുക. സവാള വഴന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള തക്കാളിക്കൊന്ന് വഴന്ന് വരുന്നുണ്ട്. ആ സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ഇതിലേക്ക് ചേർക്കുക. അതും കൂടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരും. ആ സമയത്ത് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ അല്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് ആയതിനെ കൊണ്ട് മല്ലിപ്പൊടി കുറച്ച് ഇടണം. പൊടികളൊക്കെ ചേർക്കുക. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ ബീഫ് എടുത്ത് ഇതിലേക്ക് ഇടുന്നു. വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് തൈരും കൂടി ചേർക്കുന്നു. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ തന്നെ ബീഫ് എടുത്തിട്ടുള്ളൂ. 2 സ്പൂണ് തൈര് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മസാല ഒന്ന് ഇളക്കി ശരിയാക്കി അവിടെ വെക്കുക. അടച്ച് വെച്ചിട്ടൊരു കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ബീഫ് അവിടെ നിന്ന് ഒന്ന് വെന്തോട്ടെ കുറച്ചും കൂടി. ആ സമയത്ത് നമ്മൾ വേറെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചിട്ട് സവാള നമുക്ക് വറുത്ത് കോരി വെക്കാം. സവാള നല്ലോണം മൊരിഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. ആ മൊരിഞ്ഞത് ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കശുവണ്ടിയും മുന്തിരിയും കൂടി വറുത്ത് കോരി വെക്കണേ. അപ്പോൾ ഇതും കൂടി മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ കുതിർത്ത് വെച്ച അരി നമ്മൾ എന്ത് ചെയ്യുക, തിളച്ച വെള്ളത്തിൽ ലേശം ഓയിലും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എത്ര ഗ്ലാസ് ഉണ്ടോ അതിനനുസരിച്ച് അരിക്കനുസരിച്ച് 1.5 വെച്ച് കൂട്ടിയിട്ട് നിങ്ങൾ വെള്ളത്തിൽ 4 മിനിറ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് വേവിച്ചെടുത്താൽ മതി. 4 മിനിറ്റ് വേവിച്ചതിന് ശേഷം ആ അരി എന്ത് ചെയ്യുക, മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം വറ്റിയുണ്ടാവുമല്ലോ, വറ്റിയ ചോറെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക്, ഇറച്ചീൻ്റെ മുകളിലേക്ക് ഇടുക. അതിനുശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കുക.
പിന്നെ നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടി, മുന്തിരി, പിന്നെ സവാള വറുത്തത് ഇതെല്ലാം കൂടി ഇടുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ചോറ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഈ ഡ്രസ്സ്, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടിയുള്ള ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ദം ചെയ്യുക. ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ മതി. 10 മിനിറ്റ് ദം ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലുള്ള മനോഹരമായ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.